തിരുവനന്തപുരം ശ്രീകാര്യത്ത് യുവതിയുടെ ദൃശ്യങ്ങൾ ഒളിക്യാമറയിൽ പകർത്താൻ ശ്രമം. ചെക്കാലമുക്ക് സ്വദേശി രാഹുൽ പി അശോകാണ് അറസ്റ്റിലായത്. പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള പ്രിന്റിംഗ് സ്ഥാപനത്തിലെ ശുചിമുറിയിലെ വേസ്റ്റ് ബിന്നിൽ ഒളിക്യാമറയും പവർ ബാങ്കും വെച്ചാണ് ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് യുവതി പരാതി നൽകുകയായിരുന്നു. ഒളിവിൽ പോയ പ്രതിയെ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത്. അഷിൻ ഡിയാഗോ വിവരങ്ങളുമായി ചേരുകയാണ്. അഷിൻ, സ്ഥാപനത്തിലെ തന്നെ ജീവനക്കാരിയാണ് ഈ അക്രമത്തിനിരയായത് എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഈ സംഭവം പുറത്തറിഞ്ഞത്? ഇയാളെ എവിടെ നിന്നാണ് പിടിയിലാക്കിയത്? മധു, മാർച്ച് 13-നാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ചക്കാലമുക്ക് സ്വദേശിയായിട്ടുള്ള രാഹുൽ പി അശോക്, അയാൾ ഒരു പ്രിന്റിംഗ് സ്ഥാപനം നടത്തുന്നുണ്ട്. ഈ സ്ഥാപനത്തിൽ 2 ജീവനക്കാരാണ് ഉള്ളത്. 2 പേരും വനിതകളാണ്. ഇയാളുടെ വീടിന് തൊട്ട് താഴത്തെ നിലയിലാണ് ഇയാൾ ഈ ഒരു സ്ഥാപനം നടത്തിയിരുന്നത്. ചക്കാലമുക്കിൽ തന്നെയാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു വന്നിരുന്നതും. കഴിഞ്ഞ 13-ാം തീയതി ഇത്തരത്തിൽ ഈ സ്ഥാപനത്തിലെ ജീവനക്കാരികളിൽ ഒരാൾ ഈ ശുചിമുറിയിൽ കയറുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സാധനം ഈ വേസ്റ്റ് ബിന്നിൽ കാണുന്നത്, ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് പരിശോധിച്ചപ്പോഴാണ് വേസ്റ്റ് ബിന്നിൽ ഉള്ളത് അതൊരു ഒളിക്യാമറയും അതിനോട് ചേർന്ന് തന്നെ ഇത് ഘടിപ്പിച്ചിട്ടായി ഒരു പവർ ബാങ്കും കണ്ടെത്തുകയും ചെയ്യുന്നത്. തുടർന്നാണ് ഈ ജീവനക്കാരി പുറത്തേക്ക് ഇറങ്ങി വന്നത്. പുറത്തുള്ളവർ മറ്റ് ജീവനക്കാരോട് പറയുകയും ശ്രീകാര്യം പോലീസിലേക്ക് വിവരം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് മനസ്സിലാക്കിയ ഉടൻ തന്നെ ഈ സ്ഥാപനത്തിന്റെ ഉടമ അവിടെ നിന്നും മറ്റൊരു ഒളിക്കേന്ദ്രത്തിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനിടയിൽ തന്നെ ഇയാൾ ഈ ഒളിവിൽ കഴിയുന്ന സമയത്ത് തന്നെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷ നൽകിയിരുന്നെങ്കിലും പിന്നീട് അത് കോടതി നിരസിക്കുകയാണ്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ശ്രീകാര്യം പോലീസ് ഇയാളെ പിടികൂടിയിട്ടുള്ളത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇയാൾ ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ചിരുന്ന ഒളിക്യാമറയും പവർ ബാങ്കും മെമ്മറി കാർഡും ഇയാൾ മറ്റെവിടേക്കോ മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇത് എത്ര നാളായി ഇയാൾ ഈ ഒരു ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ അയാളെ കഴിഞ്ഞ ദിവസമാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഒളിക്കേന്ദ്രത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനിയും ഈ ക്യാമറ, ഈ ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ച ക്യാമറയും മെമ്മറി കാർഡ് അടക്കം കണ്ടെത്തേണ്ടതുണ്ട്. വിശദമായി ചോദ്യം ചെയ്യൽ മാത്രമേ ഇത് കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഇയാൾ ആദ്യമായി ആയിരിക്കില്ല ഇത്തരത്തിലൊരു സംഭവം അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ശ്രീകാര്യം പോലീസ് പറയുന്നത്. ശുചിമുറിയൊക്കെ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി മനുഷ്യൻ ഉപയോഗിക്കുന്ന ഇടമാണ്. അവിടങ്ങളിൽ ഇത്തരം ക്യാമറയൊക്കെ വെക്കുക എന്ന് പറയുന്നത് ആ പെൺകുട്ടികൾക്കുണ്ടാക്കുന്ന ഷോക്ക് എത്രത്തോളമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. പക്ഷെ ആ തെളിവ് അയാൾ നശിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം. എന്തായാലും പിടിയിലായിട്ടുണ്ട് പ്രതി. അഷിൻ ഡിയാഗോ ആണ് വിവരങ്ങൾ നൽകിയത്.